പ്രധാന വാർത്തകൾ. അധികാര തർക്കവും പഴയ പകയും. 24 ന്യൂസും റിപ്പോർട്ടറും തമ്മിലുള്ള നിയമപ്പോരിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമെന്ന സൂചന. കൊച്ചി. കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ 24 ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിൽ കോടതിയിൽ നടക്കുന്ന നിയമപ്പോരാട്ടങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായ അധികാരത്തർക്കങ്ങളും വർഷങ്ങളായി നിലനിൽക്കുന്ന പകയുമാണെന്ന് മാധ്യമവൃത്തങ്ങൾ. വാർക്ക് തട്ടിപ്പ് കേസ്, 2000 കോടിയുടെ തട്ടിപ്പ് ആരോപണം എന്നിവയുടെ രൂപത്തിൽ ഇരു സ്ഥാപന മേധാവികളും പരസ്പരം നിയമനടപടികൾ ആരംഭിച്ചത് കേരള മാധ്യമ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തി വൈരാഗ്യത്തിന്റെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. മാധ്യമ സ്ഥാപന മേധാവികൾ തമ്മിൽ തർക്കം. കേരള മാധ്യമ രംഗത്തെ രണ്ട് ശക്തരായ വ്യക്തിത്വങ്ങളാണ് 24 ന്യൂസ് ചെയർമാൻ ശ്രീകണ്ഠൻ നായരും റിപ്പോർട്ടർ ടിവി ചെയർമാൻ ആലുങ്കൽ മുഹമ്മദും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും തമ്മിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നതകളും മാധ്യമ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനുള്ള മത്സരവുമാണ് ഇപ്പോഴത്തെ നിയമപോരാട്ടങ്ങൾക്ക് ആധാരം. ഒരാൾ മറ്റൊരാളുടെ സ്വാധീനം കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഈ കേസുകളിലൂടെ പുറത്തുവരുന്നത്. മരംമുറി കള്ളന്മാരുടെ തട്ടിക്കൂട്ട് ആരോപണം. മാധ്യമ മേധാവികൾ തമ്മിലുള്ള ഈ പോരിൽ ഇരു ചാനലുകളുമായും വൈരാഗ്യത്തിലുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ നിർണായകമാവുകയാണ്. 24 ന്യൂസുമായി വിവിധ കോടതികളിൽ കേസുകൾ നിലവിലുള്ള ഈ വ്യക്തി ആലുങ്കൽ മുഹമ്മദിനെതിരെ റിപ്പോർട്ടർ ചാനൽ ഉയർത്തിയ തട്ടിപ്പ് ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ തട്ടിപ്പ് കേസ് വെറും ഉണ്ടയില്ലാ വെടിയാണ്. 8-10 വർഷം മുൻപ് സൗദിയിൽ നടന്നുവെന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇപ്പോൾ കേരളത്തിൽ FIR ഇടുന്നതിന് നിയമപരമായ സാധുതയില്ല. സൈബർ ടെററിസം കേസ് വരെ നേരിട്ട് താനാണ് ഇത് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കേസ് മരംമുറി കള്ളന്മാർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു തന്ത്രമാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. വൈരാഗ്യം മറന്ന പിന്തുണ. തനിക്ക് കടുത്ത ഉപദ്രവം ചെയ്ത ശ്രീകണ്ഠൻ നായരുമായി വ്യക്തിപരമായ വൈരാഗ്യം നിലനിൽക്കുമ്പോഴും നിലവിലെ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ഈ വ്യക്തി തയ്യാറായെന്നതും ശ്രദ്ധേയമാണ്. ഫ്രീ കട്ടർ ചാനൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന മാധ്യമ സ്ഥാപനത്തെയും അതിന്റെ ഉടമകളായ തട്ടിപ്പുകാരെയും ഒരു മഹാവിപത്തായി കണക്കാക്കുന്നതിനാലാണ് ഈ പിന്തുണ. ആ ചാനൽ ഈ നാടിനെ വിഴുങ്ങുന്നതിന് മുൻപ് അതിനെതിരെ നായർ നടത്തുന്ന യുദ്ധത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ ഈ പകയും തർക്കങ്ങളുമാണ് നിലവിൽ പൊതുജനമധ്യത്തിലെ നിയമപോരാട്ടങ്ങളായി മാറിയിരിക്കുന്നതെങ്കിൽ കോടതിയുടെ അന്തിമവിധി ഏത് മാധ്യമ മേധാവിയുടെ അധികാരത്തിന് മങ്ങലേൽപ്പിക്കുമെന്ന് കണ്ടറിയണം. ന്യൂസ് സിറ്റി, തിരുവനന്തപുരം.